ചോദ്യം വയ്ക്കുന്നതിനോട് വീട്ടിൽ മാധ്യമങ്ങളും കൂടെ ഇങ്ങനെ രാഷ്ട്രീയമായി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്തായിരിക്കും? ചില ആൾക്കാർ അതേപോലെ തന്നെ പോസ്റ്റിൽ പറയും, എൻ്റെ ഈ പോസ്റ്റ് ഓൺലൈൻ മീഡിയ ദയവ് ചെയ്ത് വാർത്തയാക്കരുത്. PR-ന്റെ അതേ സ്ഥാനമുണ്ട് ജ്യോത്സ്യന്മാർക്ക്. പല രാഷ്ട്രീയക്കാരും ഏത് പാർട്ടിയാണെങ്കിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ജ്യോത്സ്യനൊന്നും കാണുന്നുണ്ട്. എനിക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം. അവർക്ക് ഇന്ന് അവരുടെ പ്രയോറിറ്റീസിൽ ഇന്ന് പൊളിറ്റിക്സ് ഇല്ല. പിന്നെ ഇന്ന് ആൾക്കാർ കുറച്ചുകൂടെ സ്മാർട്ടൊക്കെ ആയിട്ടുണ്ട്. അവിടുന്ന് പൈസ കിട്ടുന്നെങ്കിൽ അത് മേടിക്കും, ഇവിടുന്ന് പൈസ കിട്ടുന്നെങ്കിൽ അത് മേടിക്കും. വോട്ടിന് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. ക്വാളിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ടറിയാം. ഇപ്പോഴും രാഷ്ട്രീയ മോഹം ഉണ്ടായിട്ടുണ്ടോ? പണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയിൻ ഐഡൻറ്റിറ്റി പ്രസംഗം തന്നെയായിരുന്നു. ഇപ്പോൾ കവലയിലായാലും ശരി, എവിടെയായാലും. അതെ അതെ. ഇപ്പം പ്രൈം ടൈം ഡിബേറ്റാണ്. ഒരു പക്ഷേ ശ്രീജിത്തിന് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സ്വിച്ച് വന്നപ്പോഴാണ് സ്വിച്ച് വന്നത് സത്യത്തിൽ ഈ പ്രൈം ടൈം ഡിബേറ്റ്സ് അത്രത്തോളം പോപ്പുലർ ആയതിനു ശേഷമാണ്. അതിൻ്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കുലേഷൻ ആണല്ലോ. നമ്മളൊരു പാർട്ടിയുടെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ ഒരു പോളിസി ഉണ്ട്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടോ നമ്മൾ പറയുന്നു. പ്രസംഗവും ഡിബേറ്റും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, പ്രസംഗത്തിൽ ചോദ്യങ്ങളില്ല. പിന്നെ സമയത്തിന് യാതൊരു വിധത്തിലുള്ള ക്ലിപ്തതയില്ല. എനിക്ക് ഇഷ്ടമുള്ള സമയം പ്രസംഗിക്കാം. ഞാൻ ചിലപ്പോൾ 3/4 മണിക്കൂർ പ്രസംഗിക്കും, ചിലപ്പോൾ 1.5 മണിക്കൂർ പ്രസംഗിക്കും. അതിനിടയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഞാൻ തന്നെ പറയുക. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇങ്ങനെ ഒരു സംഭവം ഇല്ലേ എന്ന്. അങ്ങനെ ആരും ചോദിക്കുന്നുമില്ല. ഇത് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ നമ്മൾ ചോദ്യം വയ്ക്കുന്നതിനോട് വീട്ടിൽ അപ്പം ഞാൻ അവിടെ വന്ന് റേഡിയോ പോലെ വന്ന് പ്രസംഗിക്കും. എനിക്ക് പറയാനുള്ള സാധനങ്ങൾ മാത്രം പറയും. പക്ഷേ ഡിബേറ്റിൻ്റെ സ്കില്ലെന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡിബേറ്റിന് പ്രസംഗവുമായി ഉള്ള 2 വ്യത്യാസം. ഒന്ന്, മറുചോദ്യങ്ങളുണ്ടാവും, നമ്മൾ റെസ്പോണ്ട് ചെയ്യായിരിക്കും വരുന്നത്. രണ്ടാമത്തേത്, സമയത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പം നമ്മൾ 10 സെക്കൻഡ് ആലോചിച്ച് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന 4 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ആ 4 മിനിറ്റിൽ ഇഫക്റ്റീവായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ, ഏറ്റവും നല്ല ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ടൈം ബൗണ്ടായിട്ട് ചെയ്യേണ്ടത് ഡിബേറ്റിലാണ്, പ്രസംഗത്തിനല്ല. നല്ല പ്രസംഗകരുണ്ട്. നമ്മൾ ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന ആൾക്കാരിൽ പലരും അവരവരുടെ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രസംഗവേദികളിൽ പോയി ദീർഘസമയം പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ഒരു സ്കില്ലാണ്. പക്ഷേ ആ സ്കില്ലല്ല നമുക്ക് ഇതിൽ വേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 4 മിനിറ്റിൽ മറുപടി പറയണം. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെ. അപ്പോൾ അത് ഒഴിച്ച് കറക്റ്റ് പോയിന്റ് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം കോൺഫിഡൻസ് ആണ്. ഞാൻ എൻ്റെ പോയിന്റ് പറയുന്നു എന്നതിന് ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് വേണം. അതാണ് പ്രസംഗം. പക്ഷേ മറ്റവൻ ചോദിക്കുന്നതിനും കൂടി മറുപടി എനിക്ക് പറയാനുണ്ടാവണം. ഞാനവിടെ ബബ്ബ അടിക്കാൻ പാടില്ല. എനിക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണം. കാരണം അയാൾ ചോദിക്കുന്നത് എന്തിനെ പറ്റിയാൽ നമുക്കറിയില്ല. ചിലപ്പോൾ പറയുന്ന 1950 മറ്റേ പാർട്ടി ഇന്നത് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഇന്നത് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ചരിത്രബോധം ഉണ്ടായിരിക്കണം. എന്തൊക്കെ ചോദ്യങ്ങൾ അയാൾ ചോദിക്കാം എന്ന് ഒരു ധാരണയുണ്ടാവണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിബേറ്റിൽ വരുമ്പോൾ ഒരാളിന് അത് ഇഫക്റ്റീവ് ആക്കാനുള്ള റിസ്ക് ഉണ്ട്. പക്ഷേ ഇഫക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സ്വീകാര്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ തേച്ചൊട്ടിച്ചു, കണ്ടം വഴി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈ റീൽസ് ഉണ്ടാക്കി വിടുന്നതിൻ്റെ കാരണം. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അങ്ങനെ വന്നിരിക്കുന്ന നേതാക്കന്മാരുണ്ട്, അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് സീറ്റ് കിട്ടുന്ന ചരിത്രമുണ്ട്, അവർ ജയിച്ച ചരിത്രം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇതിന് കിട്ടുന്നതെന്ന് വെച്ചാൽ സ്വീകാര്യതയാണ്. ഒരുപാട് വർഷം ന്യൂസ് ചാനലിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. അപ്പം പലപ്പോഴും ആങ്കേഴ്സിന് ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സപ്പോർട്ട് വരാറുണ്ട്. രാഷ്ട്രീയക്കാർക്കും അതേപോലെ വരാറുണ്ട്. അതെ അതെ. അതുകൊണ്ടാണല്ലോ മറ്റേ ക്യാപ്സൂൾ രാഷ്ട്രീയക്കാർക്ക് അതുണ്ട്. അത് നമ്മൾ ലൈവിനിടയ്ക്കുണ്ട്. അവർക്ക് വാട്സാപ്പിലൊക്കെ ആൾക്കാരുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ലൈവ് ഫീഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഭവം വന്നു, ആ ചർച്ചയിൽ അത് വന്നു, ഇയാൾക്ക് സ്ട്രഗിൾ ചെയ്യുന്നു, ഇയാൾക്ക് മറുപടി ഇല്ല എന്നറിയുമ്പോൾ ഇവർ ക്വിക്ക് ക്യാപ്സൂൾസ് അയച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ മതി, ഈ ചർച്ചയിൽ പലപ്പോഴും നോക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് കിട്ടും. അത് കിട്ടിയതിന് ശേഷം അവർ അടിക്കും. അത് ചിലതൊക്കെ തെറ്റായിരിക്കും, ചിലത് ശരിയായിരിക്കാം. പിന്നെ അത് ഈ പറയുന്ന ഈ വന്ന സാധനം നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണമെന്നില്ലല്ലോ. അതൊക്കെയുണ്ട്. ആ രീതിയിലുള്ള ലൈവ് സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷേ അത് കിട്ടുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇപ്പോഴും രാഷ്ട്രീയ മോഹം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പോളിസി മേക്കിങ്ങിനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെ കൺവെൻഷണൽ ആൾക്കാരെ കാണുമ്പോൾ വിളക്ക് ചിരിച്ച് ചേട്ടാ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ കല്യാണത്തിനും മരണത്തിനും മാത്രം അവരുടെ ഒപ്പം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് ശീലമേ അല്ല. എന്നോട് പല തെരഞ്ഞെടുപ്പുകളിലും ആൾക്കാർ മത്സരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എനിക്ക് നിലവിൽ യാതൊരു വിധത്തിലുള്ള മോഹവുമില്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് എല്ലാ കാലവും താല്പര്യമുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും പല ഡിബേറ്റുകളിലും വരുമ്പോൾ
പോളിസി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു നിയമം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ആ നിയമം വന്നു, എന്താണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ്, ആരെ എഫക്റ്റ് ചെയ്യും, എന്ത് തരത്തിലുള്ള മാറ്റമാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പോവുക. ഇപ്പം റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വഖഫ് ആണെങ്കിലും മറ്റ് പല കാര്യങ്ങളും നമ്മൾ വരുന്ന സമയത്ത് എന്താണ് ഒരു സോഷ്യൽ ചേഞ്ച് ഇത് കൊണ്ടുവരാൻ പോകുന്നത്, അത് മനസ്സിലാക്കിയിട്ട് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ പോളിസി മേക്കിംഗ് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു സംഭവമാണ്. പക്ഷേ അത് കൺവെൻഷനൽ ഇലക്ടറൽ പൊളിറ്റിക്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങോട്ട് എന്ന് കോൺട്രവേഴ്സി മേടിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ. ഇവർക്ക് എന്താണ് ഈ കോൺട്രവേഴ്സിയോട് ഇത്ര താല്പര്യം? അത് താല്പര്യം ഉണ്ടായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് സംഭവിച്ചു പോവുകയാണ്. അല്ല, നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി അങ്ങനെ കരുതുന്നവരാണ് രാഷ്ട്രീയക്കാരെല്ലാവരും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും, അല്ലെങ്കിൽ അത്രത്തോളം ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം ഇതിനെ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനതല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കണം. ബാക്കി എനിക്ക് തോന്നുന്നു വലിയൊരു മെജോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വാർത്തകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു രസകരമായ സംഭവം പറയാം. നമ്മുടെ നാട്ടിലെ പല ചാനലുകളെയും സമീപിച്ച് തന്നെ ഈ രാഷ്ട്രീയക്കാർ തന്നെ അങ്ങോട്ട് പറയാറുണ്ട്, ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങളതൊന്ന് വാർത്തയാക്കണം, ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് താല്പര്യമാണ്. ഇതൊക്കെ ഇത്ര ഷെൽഫ് ലൈഫേ ഇതിനുള്ളൂ എന്നുള്ളത് ഇവർക്കറിയാം. പക്ഷേ ഞാനങ്ങനെ പറഞ്ഞു അത് വരണം, ഞാനിങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ആൾക്കാരുടെ അടുത്ത്, എല്ലാ ചാനലുകൾക്കും എല്ലാ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ മീഡിയ ഉണ്ട്. ചില ആൾക്കാർ അതേപോലെ തന്നെ പോസ്റ്റിൽ പറയും, എൻ്റെ ഈ പോസ്റ്റ് ഓൺലൈൻ മീഡിയ ദയവ് ചെയ്ത് വാർത്തയാക്കി. അങ്ങനെ എഴുതുന്നുണ്ട്. അതെന്തിനാ എഴുതുന്നത്? ഇവിടെ ചവറിടരുത് എന്നൊരു ബോർഡ് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ചവർ മുഴുവൻ അവിടെ ആയിരിക്കും കിടക്കാം അല്ലേ? അത് പറയുകയാണ്, എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പത്രം എന്ന് പറഞ്ഞാൽ ന്യൂട്രലായി നിൽക്കണം എന്നാണ് നമ്മൾ ജേർണലിസം ക്ലാസ് തൊട്ട് പഠിപ്പിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ രാഷ്ട്രീയമുണ്ട്, പക്ഷെ അതൊരു ബാലൻസ് ചെയ്യാൻ പാടുപെടുകയാണ്. ഈ മാധ്യമങ്ങളും കൂടെ ഇങ്ങനെ രാഷ്ട്രീയമായി കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്തായിരിക്കും? അല്ല, ഇത് വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. കാരണം ഇത് രാഷ്ട്രീയം അങ്ങേയറ്റം മലീമസമാക്കുന്നത് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ കൂടുതലാണ്. ഏത് വിഷയത്തിനെ ആംപ്ലിഫൈ ചെയ്യണം, ഏത് വിഷയത്തിന് എത്രത്തോളം എയർ ടൈം കൊടുക്കണം, ഇതൊക്കെ സത്യത്തിൽ ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ്റെ ഡിസിഷൻ അനുസരിച്ച് വരേണ്ടുന്ന കാര്യങ്ങളാണ്. ഇന്ന് നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങളും വാർത്ത കൈകാര്യം ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് കൈകാര്യം ചെയ്യുന്ന പോലെ. ഇത് രണ്ട് കാര്യമാണ്. വാർത്ത മീൻസ് ഇൻഫർമേഷൻ. ആ കാര്യം നിങ്ങൾ ആദ്യം ആൾക്കാരിലേക്ക് പറയുക, ബാക്കിയെല്ലാം നിങ്ങൾ അതിന് പുറത്ത് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്, കാഴ്ചപ്പാടാണ്. പത്രങ്ങളിൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഒരു കാലം വരെ കൃത്യമായിട്ട് പോകുന്നുണ്ടായിരുന്നു. വിഷ്വലിലേക്ക് വരുന്ന സമയത്ത് എല്ലാ വാർത്തയും എഡിറ്റോറിയൽ നിലപാട് പോലെയായി. അതെ, ഏതൊരു വാർത്തയും എഡിറ്റോറിയൽ നിലപാടായി. അതിൽ പലതും അൺനെസസറി വാർത്തകളുണ്ട്. ഒരു കേരളം മൊത്തത്തിൽ ഇപ്പം പത്രത്തിൻ്റെ ഒരു ഗുണം എന്താ? പത്രത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാലക്കാട് എഡിഷൻ ആണെങ്കിൽ പാലക്കാട് മാത്രം അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അത് തൃശ്ശൂരുകാരൻ അറിയേണ്ട, തിരുവനന്തപുരത്തുകാരൻ അറിയുകയേ വേണ്ട. പക്ഷേ ഈ ഒരു ചാനലിലേക്ക് വരുന്ന സമയത്ത് ഈ ചാനലിന് ഈ രീതിയിലുള്ള സംവിധാനമില്ല. അവൻ കൊടുക്കുന്ന വാർത്ത ഗ്ലോബലാണ്. അപ്പോൾ വളരെ പ്രാദേശികമായിട്ടുള്ള ചെറിയൊരു വിഷയം അത്ര ആംപ്ലിഫൈ ചെയ്യേണ്ടതല്ലാത്തതിനെ പോലും ആംപ്ലിഫൈ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ചുമ്മാ എയർ ടൈം ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. പിന്നെ പലപ്പോഴും കാണുന്ന ഒരു പരിപാടിയുണ്ട്, ഈ പറയാനുള്ളതെല്ലാം ഈ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ആങ്കർ അങ്ങ് പറഞ്ഞു കഴിയും. പിന്നെ വേറെ എന്നിട്ട് പറയും, നമുക്ക് ഇന്ന സ്ഥലത്ത് നമ്മുടെ ഇന്ന റിപ്പോർട്ടറുണ്ട്, ആ റിപ്പോർട്ടറെ വിളിക്കുന്നു, എന്നിട്ട് എന്തൊക്കെയുണ്ട്, അയാൾ ഇത് തന്നെയാണ് പറയുന്നത്, വേറൊന്നും അഡീഷണൽ ആഡ് ചെയ്യാനേ കൊണ്ടാവില്ല. ശരിയാണ് എന്ന് പറഞ്ഞാണ് അയാൾ മറുപടി തുടങ്ങുന്നത്. ഇഫക്റ്റീവ്ലി ഈ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ആ ലേഡി പറയുന്നത് എന്തോ അത് തന്നെ വേറൊരാൾ പറയുന്നു, എന്നിട്ട് ഇതിനെ അങ്ങ് ദീർഘനേരത്തേക്ക് കൊണ്ടുപോവാണ് എന്ന് പറയുമ്പോൾ അതിന് അത്രയും പ്രാധാന്യമില്ല. പണ്ട് കാലത്തെ ഇത് കാണുമ്പോഴാണ് ഈ പണ്ടത്തെ 7 മണിക്ക് 7:15 ദൂരദർശൻ്റെ വാർത്തയുടെ പ്രാധാന്യം നമ്മൾ വേണ്ട സാധനം കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ പിറ്റേ ദിവസം പത്രം വായിച്ചോ, ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ ഒരു പൊതുബോധ നിർമ്മിതിയാണ് എല്ലാ കാര്യത്തിലും. അതിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഇൻഫോംഡ് ഇൻഫർമേഷൻ അല്ല വരുന്നത്. ഇപ്പോൾ ഹാപ്പനിങ് നൗ, ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ സംഭവിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏർലി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഡെവലപ്പിംഗ് സ്റ്റോറി ആണെങ്കിൽ പലപ്പോഴും തെറ്റായിരിക്കും. മുഖ്യമന്ത്രി സതീശൻ ആദ്യം പ്രഖ്യാപിച്ചത് ഞങ്ങൾ, എല്ലാവരും ആദ്യം പ്രഖ്യാപിക്കും, എല്ലാവരും. ഞാൻ പറഞ്ഞ ഇടവേ, സോ വാട്ട്, ഞങ്ങൾ നോക്കുന്നത് കോൺഗ്രസ് അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നീയൊക്കെ എന്തുവേണേ പ്രഖ്യാപിച്ചോ, ഓക്കെ, അതെങ്ങനെ മാറ്റർ ആവുന്നത്? ഇനി ഞങ്ങൾ 10 മിനിറ്റ് മുമ്പ് പ്രഖ്യാപിച്ചു, അതുകൊണ്ട് ഞാൻ ആ 10 മിനിറ്റ് കൊണ്ട് എന്തോ ഇൻഫർമേഷൻ ഞാൻ അഡീഷണൽ നേടി, എനിക്കെന്ത് ഗുണം? ഒന്നുമില്ല. നമുക്ക് വേണ്ടത് എന്താ? ഏറ്റവും ആധികാരികമായി എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ, അതാണ് എനിക്ക് വേണ്ടത്.
അതിന് പകരം സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ആൾക്കാരല്ല, ഫ്ലോറിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ രാഷ്ട്രീയവും. ഇതിനകത്ത് പല ആൾക്കാരും നമുക്കറിയാം, പണ്ട് SFIക്ക് വേണ്ടിയിട്ടും KSUവിന് വേണ്ടിയിട്ടും കല്ലെറിയുകയും തല്ല് കിട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പലപ്പോഴും അവരുടെ വ്യൂസ് ഇറക്കുന്നതിനകത്ത് അവരുടെ രാഷ്ട്രീയത്തിനെ മിക്സ് ചെയ്തിട്ട് ഈ ആൾക്കാർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ആൾക്കാർ ഇതെല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ ആരുടെ IQവും അവരുടെ കോമൺ സെൻസും അവരുടെ തിങ്കിങ് കേപ്പബിലിറ്റിയും നിങ്ങൾ പറയുന്നിടത്തൊന്നും അല്ല. മാധ്യമങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ സ്പേസ് കൊടുക്കുന്ന ആൾക്കാരും ഇതേപോലെ അഭിപ്രായം ഉൾട്ടയാക്കി പിന്നെ തോന്നുന്നത് പോലെ പറയുന്നുണ്ട്. അതിന് സത്യത്തിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തത് കൊണ്ടാണ് അത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഏത് ചാനൽ വെച്ചാലും കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ട്രൂ സാധനം അറിയണമെങ്കിൽ ഇന്ന ചാനൽ എന്നൊരു സാധനം ഉണ്ടാവും. ഇപ്പം നമ്മൾ രസത്തിന് വേണ്ടിയിട്ട് കാണാം, ഇപ്പോൾ ആൾക്കാർ ഫണ്ണി ആയിട്ട് സംസാരിക്കുന്ന സാധനം ഉണ്ടാവും, അജണ്ട ബിൽഡ് ചെയ്യുന്നത് കാണും, നമ്മളിതെല്ലാം കാണുന്ന ഇലക്ഷൻ റിസൾട്ടൊക്കെ ചന്തപ്പരുവാക്കുന്നതല്ലേ, അതൊക്കെ ട്രാജഡി അല്ലേ. അത് ആൾക്കാർക്ക് ഇതിങ്ങനെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നിങ്ങൾ ഈ ഷോ ഒന്നും കാണിച്ചില്ലെങ്കിൽ മനുഷ്യരിത് കാണും. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന പല വ്യൂസും പല ചാനലിൻ്റെ ഇതും ബ്ലോട്ടഡ് ആണ്. ആർക്കറിയാം ഇതിനകത്ത്? ഇന്ന് എല്ലാവർക്കും അറിയാം. ഇത് പലതും ബോട്ട് വഴി ബ്ലോട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കുന്ന സംഭവങ്ങളാണ് ഇതിനകത്തിൽ ഓടുന്നതല്ല. അല്ലാതെ അവിടെ ഒരു 3.5 ലക്ഷം പേര്, ഇവിടെ ഒരു 5 ലക്ഷം, എല്ലാവരും 10 ലക്ഷം വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് ജനസംഖ്യയേക്കാൾ കൂടുതലുള്ള ആൾക്കാർ ചിലപ്പം ഇതിനകത്തിലൊക്കെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതൊക്കെ വളരെ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇൻഫർമേഷൻ കൊടുക്കുക, അത് കറക്റ്റ് ആക്കുക, ബാക്കി വ്യൂസ് എല്ലാം നിങ്ങൾ എഡിറ്റോറിയൽ പ്രോഗ്രാംസിലേക്ക് കൊണ്ടുവരിക എന്നൊരു സാധനം ആൾക്കാർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല, ഗുണമേ ഉണ്ടാകുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പലപ്പോഴും ട്രോൾ ഇല്ലാണ്ട് രാഷ്ട്രീയക്കാർക്ക് പറ്റൂല. എനിക്ക് തോന്നുന്നത് ഇൻഫ്യൂസ്ഡ് ട്രോളുകളും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? രണ്ടും ഉണ്ട്. അതായത് ട്രോളും അതേപോലെ തന്നെ വൈറലാക്കുന്ന റീൽസും, ഇത് രണ്ടും ഒരേപോലെയാണ്. ട്രോൾസിൽ ഇപ്പം ഒരാളിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനത്തിനുണ്ട്. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അടിച്ചിരുത്തി മറ്റേത് മറിച്ചത്. പിന്നെ അതല്ലാതെ കുറേ ആനിമേറ്റഡ് ട്രോൾസ് ഉണ്ട്. പിന്നെ പിന്നെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് മീംസ് ഇഷ്ടം പോലെ ഇറക്കുന്ന പരിപാടിയുണ്ട്. ഇതെല്ലാം ഓരോ ക്യാമ്പിൽ നിന്ന് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെ പ്രകീർത്തിക്കുന്ന സാധനമുണ്ട്, പക്ക PR. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പൊളിറ്റീഷ്യൻ്റെ ട്രൂ സൂപ്പർ പവറാണ് PR-ന്റെ അതേ സ്ഥാനമുണ്ട് ജ്യോത്സ്യന്മാർക്ക്. പല രാഷ്ട്രീയക്കാരും ഏത് പാർട്ടിയാണെങ്കിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ജ്യോത്സ്യനൊന്ന് കാണുന്നുണ്ട്. ഈ ജ്യോത്സ്യവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്താ? അത് വലിയ ബന്ധമാണ്. അത് നമുക്കറിയാമല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ചില ജ്യോത്സ്യന്മാരുണ്ട്. ഈ ജ്യോത്സ്യന്മാർ ഫേമസ് ആകുമ്പോൾ അവരുടെ ഫെയിമുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്ന സംഭവം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമല്ല, ശ്രീലങ്കയിൽ നിന്ന് മറ്റേ അപ്പുറത്തെ രാജ്യത്ത് ഇപ്പുറത്തെ രാജ്യത്ത് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പഴയ പ്രസിഡന്റ് ഇദ്ദേഹത്തിനെ ആയിരുന്നു, അവിടുത്തെ പ്രധാനമന്ത്രി ഇദ്ദേഹത്തിനെയാണ് കൺസൾട്ട് ചെയ്തത് എന്നൊക്കെ പറയപ്പെടുന്ന ജ്യോത്സ്യന്മാരുണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും, കേരളത്തിൽ ഉൾപ്പെടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു വിശ്വാസമാണല്ലോ. നമ്മൾ ഈ അൺനോണിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സമയം, ആ സമയം നോക്കി ആ അഡ്വൈസ് അനുസരിച്ച് ഞാനത് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട്, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നുള്ളത് നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യം. പക്ഷേ ഒരു ഡിലേ ഉണ്ടായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക്. അന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏതോ ജ്യോത്സ്യൻ പറഞ്ഞിട്ട് സമയം തീരുമാനിച്ചിട്ടുണ്ട്, അതിപ്പോൾ ഇത്രാം തീയതി ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ഡിലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വന്നത്. ഞാൻ പറഞ്ഞത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ആരോപണമാണ്. ആരെങ്കിലും അതിന് നിഷേധിക്കാനായിട്ട് വന്നോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സത്യമായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, പക്ഷേ ഈ വാർത്ത അന്ന് വന്നിരുന്നതാണ്, വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സമയം നോക്കുന്നത് അവർക്ക് ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എല്ലാം ഓക്കെയാണ് എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, അത്ര മാത്രമേ ഉള്ളെങ്കിൽ. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യും? ജ്യോത്സ്യനോട് ചോദിക്കാതെ ചെയ്ത് ഇനി അതുകൊണ്ടായിരിക്കും എന്നൊരു മനസ്സിൽ കിടക്കും. ഈ രീതിയിലത്തെ ഒരു കംഫർട്ട് അവർക്കത് കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ ഇതിനെ പൂർണ്ണമായി റിലേ ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക, എനിക്ക് ഏറ്റവും കൂടുതൽ അഡ്വൈസ് തന്നിരിക്കുന്ന ആളിന് ഞാനൊരു ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള വോട്ടേഴ്സിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ഫോർ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ മറന്നുപോലാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പം ഇന്നത്തെ കാര്യം നാളെ മറക്കും, നാളത്തെ കാര്യം മറ്റന്നാൾ മറക്കും. ഇത് ഇവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് അല്ല. അതെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ട്. നമ്മൾ പിന്നെ ഇൻഫർമേഷനെല്ലാം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ ആൾക്കാർ സാധാരണ വോട്ട് ചെയ്യുമ്പോൾ അത്ര മോശമായിട്ടുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ഒരു റീസൻസി ഇഫക്റ്റ് ഉണ്ട്. ഏറ്റവും അടുത്ത സമയത്തുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. അപ്പോൾ അതുകൊണ്ട് നോർമലി ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ മതി, ഈ വലിയ വില കൂടുതലൊന്നും തന്നെ ഒരു സാധനത്തിനും ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. കൂടുതൽ വെൽഫെയർ പ്രോഗ്രാംസ് നടക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, പല സ്റ്റേറ്റിലും 10,000 രൂപ വീതം സ്ത്രീകൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ. ഇത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ചെയ്യുമോ? ഇല്ല.
ഇലക്ഷൻ അടുക്കുന്ന സമയത്തേ ചെയ്യുള്ളൂ. കാരണം അതുകൊണ്ടേ പ്രയോജനമുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മോശം അഭിപ്രായം ആ സർക്കാരിനെ പറ്റി ഉണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ അത് മാറാൻ കാരണമാവും. ഇവരിതൊക്കെ ചെയ്യുന്നില്ലേ, നമ്മളിത് കുറേ എതിർത്തതാണ് മറ്റേതാണ് മറിച്ചാണ്, പക്ഷേ ഇപ്പോൾ അവരതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതുന്നുണ്ട്. ഇതിൻ്റെ വലിയ സൂപ്പർലേറ്റീവ് വെർഷൻ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കുറേ പരിപാടികൾ ആൾക്കാർ ചെയ്യുന്നത് കൊണ്ട് ഒരു റീസൻസി ഇഫക്റ്റ് കാരണം ആൾക്കാർ വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെ പറ്റി പൊളിറ്റീഷ്യൻസിനും അറിയാം, അല്ലാത്തവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ അത് ആൾക്കാരുടെ മെമ്മറിയിൽ നിന്ന് പെട്ടെന്ന് പോകും. ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഈ പഴയതൊക്കെ പോയിട്ട് അതിന് മുകളിലേക്കാണ് സാധനം വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ആനുകൂല്യം സത്യത്തിൽ പൊളിറ്റീഷ്യൻസിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ന് ആൾക്കാർ കുറച്ചുകൂടെ സ്മാർട്ടൊക്കെ ആയിട്ടുണ്ട്. അവിടുന്ന് പൈസ കിട്ടുന്നെങ്കിൽ അത് മേടിക്കും, ഇവിടുന്ന് പൈസ കിട്ടുന്നെങ്കിൽ അത് മേടിക്കും. വോട്ട് ഇവന് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. പുതിയ തലമുറ അല്ലെ അടുത്ത തലമുറ അവർ രാഷ്ട്രീയത്തിലേക്ക് കടക്കണോ, അല്ലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കണോ, അതോ സ്വന്തം ജോലി നോക്കി നടക്കുന്നതാണോ നല്ലത്? അതിനൊരു ഡയറക്റ്റ് ആൻസർ പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം കുട്ടികൾക്ക് കൂടുതലായിട്ടും അവരുടെ കരിയറിനെ പറ്റിയും വിദ്യാഭ്യാസത്തിനെ പറ്റിയും നല്ല ഫോക്കസ് ഉണ്ട്. നമ്മളെ വിളിച്ച് പല ആൾക്കാരും ചോദിക്കും, എൻ്റെ കുട്ടി ഇന്നത് കഴിഞ്ഞു, ഇനി എന്തിന് പോകണം എന്ന് ചോദിക്കും. ഞാൻ പറയും, നിങ്ങൾ കുട്ടിയോട് ചോദിച്ചോ. എനിക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം. അവർക്ക് ഇന്ന് അവരുടെ പ്രയോറിറ്റീസിൽ ഇന്ന് പൊളിറ്റിക്സ് ഇല്ല. കറക്റ്റ്, അവരുടെ പ്രയോറിറ്റീസിൽ പൊളിറ്റിക്സ് ഇല്ല. നമ്മുടെ നാട്ടിൽ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ അരിപ്പയുടെ അടിയിൽ അടിഞ്ഞിരിക്കുന്ന, ഈ അരിച്ച് നല്ലതൊക്കെ പോയതിനു ശേഷം ബാക്കി അടിഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് പോലെ ക്വാളിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ടറിയാം. പലപ്പോഴും ക്യാമ്പസുകളിലുള്ള ആൾക്കാരുടെ പബ്ലിക് സ്പീച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പിക്കറ്റിംഗ് മറ്റേത് മറിച്ചത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ വായിൽ നിന്ന് വരുന്ന ഭാഷയുണ്ട്. കൊല്ലും, വെട്ടും, യൂണിഫോം ഇല്ലെങ്കിൽ നിന്നെ കാണിച്ചു തരാം, ഈ ഭാഷയാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് റിഫൈൻഡ് ഭാഷയല്ല. പണ്ടൊരു കാലത്ത് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞതിലും അങ്ങനെ തന്നെയാണ്. റിഫൈൻഡ് ആയിട്ടുള്ള ഭാഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പല ആൾക്കാർക്കും അതില്ല. അത്രത്തോളം മലീമസമായിട്ടുണ്ട് ക്യാമ്പസ് പൊളിറ്റിക്സ് ഉൾപ്പെടെ. ഇതിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഈ യുവജന സംഘടനകളിൽ വരിക, പിന്നെ നാച്ചുറൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് പൊളിറ്റിക്സിൽ ഭരണത്തിലേക്ക് വരിക. ഇതിലൊരു വലിയ അപജയമുണ്ട് നിലവിൽ. സത്യത്തിലൊരു ക്വാളിറ്റി ഉള്ള കുട്ടികൾക്ക് ആർക്കും തന്നെ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവരവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ കരിയർ അത് ഓറിയൻറ്റഡായിട്ട് അവർ നോക്കുന്നു. ഇവിടെ ഹോപ്പ്ലെസ് ആണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. അതിനാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ നിന്ന് ഈ നാടിനെ അങ്ങ് നന്നാക്കിയേക്കാം എന്നിട്ട് ഇവിടെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവരല്ല. ഇന്നത്തെ കുട്ടികൾക്ക് ആവശ്യം കേവലം ശമ്പളം, അത് ജീവിച്ചു പോകണം, തട്ടിമുട്ടി പോകണം, ഇതല്ല. ആസ്പിറേഷൻസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫാണ് അവർക്ക് വേണ്ടത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഞാൻ മുടക്കുന്ന പണത്തിന് എനിക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലം, അത് വേറൊരിടത്തെ നാഷണാലിറ്റി സ്വീകരിക്കാനാണെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല എന്ന മട്ടിൽ ചിന്തിക്കുന്ന കുട്ടികളെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടുത്തെ പൊളിറ്റിക്സിൽ ഇടപെട്ട് ഇതിനെ അങ്ങ് കറക്റ്റ് ചെയ്തേക്കാം എന്ന ചിന്ത അവർക്കില്ല. ഇനി നമ്മൾ ഇടപെടുന്നില്ല എങ്കിലും ഭാവിയിലേക്ക് വരുന്നവൻ നമുക്ക് ഗുണമായിട്ടൊന്നും ചെയ്യത്തില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ട്. ഞാൻ പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അവരുടെ ജീവിതമാണ്, അവരുടെ ചോയ്സസ് ആണ്. അദ്ദേഹം പറഞ്ഞ അത് ആ ജനറേഷൻ മാത്രമല്ല, അവരുടെ പേരൻസ് ആയിരിക്കുന്ന തൊട്ട് പഴയ ജനറേഷനും ഇത് ഹോപ്പ്ലെസ് ആണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ കുട്ടികൾ പോകുന്നത്. അപ്പം കറക്ഷൻ അവരിലല്ല വരുത്തേണ്ടത്, നമ്മുടെ സിസ്റ്റത്തിലാണ്. ആ സിസ്റ്റത്തിലേക്ക് മാറ്റാനായിട്ടുള്ള നല്ല പോളിസീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടി പറയാം. ഒരു കാലത്ത് നമ്മുടെ പൊളിറ്റിക്സിനെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ എപ്പിസെൻറ്റർ എന്ന് പറയുന്നത് ക്യാമ്പസസ് ആയിരുന്നു. എന്നാലോചിച്ച് നോക്കി, ഏതൊരു വിഷയമാണെങ്കിലും ക്യാമ്പസിൽ നിന്നാണ് അതിൻ്റെ സ്പാർക്ക് ഉണ്ടാകുന്നത്. ആൾക്കാരെ അത് ബോധവൽക്കരിക്കുന്നത് ക്യാമ്പസിലാണ്, ആ രീതിയിലാണ്. ഇന്ന് ആ ക്യാമ്പസിലുള്ള ആൾക്കാരുടെ ക്വാളിറ്റി നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയ ഈ കുട്ടി പാർട്ടികളുണ്ടല്ലോ, അതിൻ്റെ ആൾക്കാർ പലപ്പോഴും നമ്മൾ ചാനൽ ചർച്ചകളിലും എല്ലാം വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. ഭാഷ, രീതി, അവരുടെ നോളജ്, ഇതൊക്കെ നോക്കിയാൽ മതി. വെറുതെ വായി തോന്നുന്നത് പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മെച്ചം അതിനകത്ത് കാണുന്നില്ല. അപ്പം പാർട്ടികൾക്കും ക്വാളിറ്റിയുള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഓർക്കത്തില്ല, ഇവരൊക്കെ എങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ ആയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവനാണ് ആ സ്ഥാനത്ത് വരുന്നതെങ്കിൽ അവൻ്റെ അണി എന്തായിരിക്കും എന്ന് ആലോചിച്ചു. അതാണ് അപജയം. ശരിയാണ്. കൂടുതൽ നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.